പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ സംഘം ഹോസ്റ്റലിലെത്തി ശാസ്ത്രീയ പരിശോധന തുടങ്ങി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് വിവരങ്ങൾ? പരിശോധന തുടങ്ങിയോ? പരിശോധന തുടങ്ങിയിരിക്കുന്നു സ്മിത ക്രിസ്റ്റീന. എന്തായാലും ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഹോസ്റ്റലിൽ അല്പസമയം മുമ്പാണ് സിബിഐ സംഘം എത്തിയത്. സിബിഐയുടെ ഡിഐജിയുടെ നേതൃത്വം, വനിതാ ഡിഐജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ എസ് പിമാരായിട്ടുള്ള AK ഉപാധ്യായ, സുന്ദർവേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 10ഓളം വരുന്ന സിബിഐ സംഘമാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഫോറൻസിക് ടീമും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഫോറൻസിക് ടീമും ഒപ്പം തന്നെ സിബിഐയുടേതായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന്റെ ഭാഗമായുണ്ട്. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന DYSP ആയിട്ടുള്ള TN സജീവനും എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പരാതികളുണ്ടായിരുന്നു. ഈ പരാതിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അതിൽ ഒരു സംശയ നിവാരണം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ മുറിയിൽ ഉൾപ്പെടെ, അതായത് ശുചിമുറിയാണ്, ഡോർമെട്രിയുടെ ശുചിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെ അടക്കം പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല മർദ്ദിച്ച ഇടങ്ങളിലും ഈ സംഘം വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. സ്മിത ക്രിസ്റ്റീന. ശരി.